കണ്ണൂർ ടൗണില് അലവിൽ താമസിക്കുന്ന 75-കാരൻ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലപ്പെട്ട ശ്രീലേഖ, അവർക്ക് 69 വയസ്സുണ്ട്. സംസ്ഥാനത്തെ മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലേഖ. ഭർത്താവ് പ്രേമരാജൻ 75 വയസ്സ്. രണ്ടുപേരും അലവിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 2 ആൺകുട്ടികളുണ്ട്. അതില് ഷിബിൻ വിദേശത്ത്, രണ്ടാമത്തെ മകൻ പ്രഭിത്ത് ഓസ്ട്രേലിയയിലാണ്. മൂത്ത മകൻ ഷിബിൻ 2 ദിവസം മുമ്പ് വീട്ടിൽ വരാൻ എയർപോർട്ടിലേക്ക് കാർ അയക്കാനായിട്ട് ഒരു സുഹൃത്ത് കാർ എടുക്കാൻ ഇവരുടെ വീട്ടിൽ വന്നു. ഷിബിൻ എയർപോർട്ടിൽ വൈകിട്ട് 6:30 വരും. അത് കണക്കാക്കി വീട്ടിലെത്തിയപ്പം വീടകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. അവിടെ തള്ളി നോക്കിയപ്പോൾ അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ്. പിന്നിൽ കൂടെ പോയി നോക്കിയപ്പം പിന്നിലെ വാതിലും അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. ഏതായാലും സംശയം തോന്നി. അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. കിടപ്പുമുറിയിലെ 2 പേരും തറയിലെ പൊള്ളലേറ്റ് മരിച്ചു കിടക്കുന്നു. കട്ടിലിൽ ഒരു ചുറ്റിയ കണ്ടു. വളപട്ടണം പോലീസ് വന്നു കഴിഞ്ഞപ്പം ശ്രീലേഖയുടെ തലയിൽ മുറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുറ്റിയൊക്കെ അടിച്ച് കൊന്നിരിക്കുന്നു എന്ന് പ്രാഥമികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ബാക്കി വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അതേസമയത്ത് അവരുടെ ഭർത്താവ് പ്രേമരാജന് എങ്ങനെ മരിച്ചു എന്നറിയില്ല. പൊള്ളലേറ്റി തന്നെയാണ് മരിച്ചു കിടക്കുന്നത്. എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. വേറെ ആർക്കെങ്കിലും ഇതിന് പങ്കുണ്ടോ? മൂത്ത മകന് ഷിബിൻ വരുന്ന പ്രമാണിച്ച് സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് മാതാപിതാക്കള്. അയാള് എയർപോർട്ടിൽ പറഞ്ഞു കാർ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണം. കാർ എടുക്കാൻ ഡ്രൈവറായ സരേഷ് വന്നു. അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. ഈ സംഭവം എന്തിന്റെ തുടക്കമാണ്, അല്ലെ എന്താണ് അതിന്റെ കാരണം? ഇത് ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ ചുറ്റിയേക്ക് തലക്കടിച്ച് കൊന്നിട്ടാണോ അവരെ കത്തിച്ചത്? അതിനുശേഷം ഇയാള് സ്വയം ആത്മഹത്യ ചെയ്തു. അത് കത്തിച്ച് പിന്നീട് എങ്ങനെ കത്തിക്കും? അതോ മണ്ണെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ കെറോസിൻ ഒഴിച്ചോ, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ അദ്ദേഹം മരിച്ചത് എങ്ങനെ? അതൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിലേ അറിയത്തുള്ളൂ. 2 പേരുടെ മൃതശരീരം പൊള്ളലേറ്റ് തന്നെയാണ് കിടക്കുന്നത്. വളരെ ദുരൂഹമായ ഒരു മരണമായിട്ട് തോന്നുന്നു. പക്ഷേ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഭാര്യയെ കൊന്നിട്ട് പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന്റെ നിരീക്ഷണം. പോസ്റ്റ്മോർട്ടത്തിൽ വിവരം 2 ദിവസത്തിന് അറിയാം. അപ്പൊ അതിന്റെ കൃത്യത അറിയാം. പക്ഷെ മക്കള് 2 പേരും വിദേശത്താണ്. മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. അവരോട് വൈരാഗ്യങ്ങളും ശത്രുക്കളും ആരും ഇല്ല എന്നാണ് പൊതുവെ വരുന്ന വാർത്തകൾ. പിന്നെ എന്തിനാണ് ഇവർ 2 പേരും, അല്ലെങ്കിൽ ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തത്? മക്കള് 2 പേരും വിദേശത്താണ്. സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന തലത്തിലായിരിക്കണം എന്ന് കരുതുന്നു നമ്മൾ. എന്താണെങ്കിലും കുടുംബ പ്രശ്നമെല്ലാം ഉണ്ടോ? അത് തന്നെയല്ല, മൂത്ത മകൻ വരുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ അതിന്റെ തലേദിവസം രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തെന്നറിയില്ല. മകൻ വിളിച്ചിരുന്നു, മൂത്തവൻ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പക്ഷെ പോലീസ് അന്വേഷിച്ചപ്പം അയൽവക്കത്തുള്ളവർ വന്നു, പകലൊന്നും അവരെ ഒരു ദിവസമായിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോഴേ ഇത് ഒരു ദിവസം മുമ്പാണോ ഈ സംഭവം ഉണ്ടായത്? മക്കൾ വരുന്നത് അടുത്ത ദിവസമാണ്. തലേദിവസം തന്നെ ഇവര് മരണപ്പെട്ടോ അല്ലെ കൊല്ലപ്പെട്ടോ? ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ കൂടി മാത്രമേ പ്രേമരാജന്റെ മരണം എങ്ങനെയാണെന്ന് അറിയുള്ളൂ. പ്രേമരാജന് 75 വയസ്സുണ്ട്, അവർക്ക് 69 വയസ്സും ഉണ്ട്. ഏതായാലും കണ്ണൂർ ടൗണിലും അലവിയിലും വലിയ ഷോക്കുണ്ടായി ഈ സംഭവം. കാരണം അവര്
അവർക്കാരും ശത്രുക്കളില്ല എന്നാണ് പറയുന്നത്. സമാധാനപ്രിയരാണ്. അത് തന്നെയല്ല, ഒരു ഇഷ്യൂ ആ കുടുംബത്തില്ല. ഇനിയിപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ ഇല്ലയോ എന്ന് അത് ചിലപ്പം വെളിയിൽ അറിയാൻ ഒക്കില്ല. ഏതായാലും ഭർത്താവ് ഭാര്യയെ കൊന്നു എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അയാൾ എങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ മരണം ഒരു കൊലപാതകമാണെങ്കിൽ പിന്നീട് കേസിന്റെ അന്വേഷണ രീതി മാറും. അത് പോസ്റ്റ്മോർട്ടത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഭാര്യയുടെ മരണം തലയ്ക്ക് ഏറ്റ ചുറ്റി കൊണ്ടുള്ള അടി കൊണ്ടാണോ എന്നും പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ അവരെ കൊലപ്പെടുത്തിയിട്ട് അവരെ കത്തിച്ച ശേഷം ഇയാൾ സ്വയം ആത്മഹൂതി ചെയ്തു എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തുന്നതാണ്. വ്യത്യസ്തമായ വാർത്തകളും പറയുന്നുണ്ട്. പക്ഷേ അകത്തെ വാതിൽ രണ്ടും അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. അതൊരു കൊലപാതകയ്ക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും.